ടൊവിനോ തോമസ്, ബേസിൽ ജോസഫ് ചിത്രം അതിരടിയുടെ വിജയാഘോഷം കൊച്ചിയിൽ നടന്നു. തിരക്കഥാകൃത്തും അഭിനേതാക്കളും പങ്കെടുത്ത ചടങ്ങിൽ ടൊവിനോ തോമസ് കേക്ക് മുറിച്ച് മധുരം പങ്കിട്ടു. റിലീസ് ചെയ്ത് 15 ദിവസം കൊണ്ട് 60 കോടിയിലേറെ രൂപയാണ് ചിത്രം നേടിയത്. അരുൺ അനിരുദ്ധൻ സംവിധാനം ചെയ്ത കോമഡി ആക്ഷൻ ചിത്രമായ അതിരടി തിയേറ്ററുകളിൽ മികച്ച പ്രതികരണം നേടി പ്രദർശനം തുടരുകയാണ്. വിജയത്തിന്റെ സന്തോഷം പങ്കുവെച്ചുകൊണ്ടാണ് ചിത്രത്തിലെ താരങ്ങളും അണിയറ പ്രവർത്തകരും കൊച്ചിയിൽ ഒത്തുചേർന്നത്. ജനങ്ങളുടെ അംഗീകാരമാണ് സിനിമ ചെയ്യുന്നതിലൂടെ കിട്ടുന്ന വലിയ സംതൃപ്തിയെന്ന് ടൊവിനോ തോമസ് പറഞ്ഞു. ബാക്കിയുള്ള സിനിമകളേക്കാൾ കൂടുതൽ കുറച്ചുകൂടി പ്രിപ്പറേഷൻ വേണ്ടി വന്നിരുന്നു. പക്ഷേ ഇതൊരു തിയേറ്ററിലേക്ക് വന്ന് ആൾക്കാരെല്ലാവരും അത് ഇഷ്ടപ്പെടുന്നു, ആൾക്കാരെല്ലാവരും അതിനെ അംഗീകരിക്കുന്നു, അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതാണ് നമ്മൾ ഈ സിനിമയിൽ അഭിനയിക്കുന്നതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുകയും കിട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നതായിരിക്കും എന്ന് പറയുന്നത് ഇങ്ങനത്തെ അപ്രിസിയേഷനാണ്. നമ്മൾ ചെയ്ത എന്ത് ജോലിയാണെങ്കിലും അത് ചെയ്ത് കഴിയുമ്പോൾ അതിന് നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്ന് പറയുന്ന പൈസയേക്കാളും നന്നായി ചെയ്തു എന്നാണെന്ന് പറയുന്ന സമയത്ത് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ക്യാമ്പസ് സിനിമ തന്നെ ചെയ്യണമെന്ന ആഗ്രഹത്താലാണ് അതിരടി സംവിധാനം ചെയ്തതെന്ന് സംവിധായകൻ. നമ്മളൊരു ക്യാമ്പസ് ഒരു ഓളം തിയേറ്ററിൽ ഒരു ഓളം ഉണ്ടാക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു കഥയാണ് ആലോചിച്ചത്. അപ്പോൾ കോളേജിലുള്ളവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫെസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത അങ്ങനെയുള്ളൊരു സബ്ജക്റ്റ് നമുക്ക് ആലോചിക്കാം. ബിക്കോസ് ഞാൻ കോളേജ് പഠിച്ച സമയത്ത് എൻ്റെ കോളേജ് ഉണ്ടായിരുന്ന കുറേ ഇവൻറ്റുകൾ, സ്പോർട്സിൻ്റെ കോളേജ് നടന്ന കുറേ ഇവൻറ്റുകൾ, ബേസിൻ്റെ കോളേജ് നടന്ന കുറേ സംഭവങ്ങൾ, ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമ്മൾ ആലോചിച്ചതാണ്. അത് തിയേറ്ററിൽ പ്രോപ്പർ തിയേറ്ററിലുള്ള ആഘോഷമാക്കണം എന്നുള്ള രീതിയിൽ തന്നെ ആലോചിച്ചു. അത് നല്ല രീതിയിൽ പോകുന്നുണ്ടെന്നായിരുന്നു. ടൊവിനോയ്ക്ക് നല്ല കഥാപാത്രം സമ്മാനിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് തിരക്കഥാകൃത്തും പറഞ്ഞു. ടോവിച്ചേട്ടൻ്റെ ഏറ്റവും നല്ല ക്യാരക്ടർ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറയുമ്പോൾ നമുക്കതിൽ അത് നമുക്ക് എഴുതാൻ പറ്റിയത് അല്ലെങ്കിൽ അതിൻ്റെ പുറത്ത് നിൽക്കാൻ പറ്റിയത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ടോവിച്ചേട്ടൻ അങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയത് അത് എത്രയോ നമ്മളിപ്പോൾ 10 കൊടുത്തെങ്കിൽ അതിൽ ഇങ്ങോട്ട് ഒരു ഔട്ട്പുട്ട് തന്ന സമയത്തുണ്ടായിരുന്ന സന്തോഷമുണ്ട്. ഷൂട്ടിംഗ് സമയത്തുണ്ടായിരുന്നു. തിയേറ്ററിൽ അത് അടിപൊളിയായിട്ട് വർക്കാവുകയും ചെയ്തു. സംഗീത മേഖലയിൽ എന്ന പോലെ അഭിനയത്തിലും മികച്ച അഭിപ്രായം നേടാനായതിന്റെ സന്തോഷത്തിലാണ് ഷാൻ റഹ്മാൻ. നമ്മൾ ഒരു 10-14 വർഷമായിട്ട് കുറേ സിനിമകൾ ചെയ്തു, പാട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് പാട്ടുകൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ പാട്ടുകളൊക്കെ ഒന്നും ശ്രദ്ധിക്കപ്പെട്ടത് ഒരു ഓട്ടം ആണെന്ന് കാണുമ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര ഒരു സംഭവം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ബേസിൽ ജോസഫും അനന്തു എസും ടൊവിനോ തോമസും ചേർന്ന് നിർമ്മിച്ച സിനിമയുടെ ബജറ്റ് 30 കോടി രൂപയായിരുന്നു. പുറത്തിറങ്ങിയ 2 ആഴ്ച കൊണ്ട് തന്നെ മുടക്കുമുതലിന്റെ ഇരട്ടി നേടാനായതിന്റെ സന്തോഷത്തിലാണ് അതിരടി ടീം. ന്യൂസ് മലയാളം, കൊച്ചി.